ലബനാനിൽ ഹിസ്ബുള്ളക്ക് നേരെയുള്ള തുറന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ ദിവസം ടെല്ലവീവിൽ ഇസ്രായേൽ നേതാക്കളുമായി US പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപദേശകൻ അമോസ് ഓസ്റ്റിൻ ചർച്ച നടത്തി. ലബനാനെതിരായ വ്യാപക യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്നും തുടർ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഓസ്റ്റിൻ ഇസ്രായേൽ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ലബനാന് നേരെയുള്ള സൈനിക നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ആയിരങ്ങളുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കുകയാണ് പ്രധാനമെന്നാണ് നെതന്യാഹു പറയുന്നത്. സൈനിക സമ്മർദ്ദത്തിലൂടെ മാത്രമേ ഹിസ്ബുള്ളയെ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നായിരുന്നു പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റിന്റെ പ്രതികരണം. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് ഹിസ്ബുള്ള ഒരു പേടി സ്വപ്നമാണ്. ഗസയിൽ യുദ്ധം തുടങ്ങിയത് മുതൽ ഇസ്രായേലിന് മറ്റൊരു വശത്ത് വലിയ അലോസരമുണ്ടാക്കിയത് ഹിസ്ബുള്ളയാണ്. ലബനാൻ അതിർത്തിയിൽ ചെറിയ പൊട്ടലും ചീറ്റലും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേ ഇരുന്നു. ഹിസ്ബുള്ളയുടെ അസ്വാരസ്യം വളർന്ന് വലിയ യുദ്ധമുഖത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് പുതിയ സാഹചര്യം. പരിധികളില്ലാത്ത യുദ്ധമുണ്ടാകും എന്ന മുന്നറിയിപ്പ് ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ള നേരത്തെ തന്നെ നൽകിയിരുന്നു. വ്യാപകമായ പരിധികളില്ലാത്ത യുദ്ധത്തിലേക്ക് ഹിസ്ബുള്ള കടക്കുമെന്ന് ഹസൻ നസ്രുള്ള പറയുമ്പോൾ സ്വാഭാവികമായും വലിയ ആശങ്ക ഇസ്രയേലിനും അമേരിക്കക്കുമുണ്ട്. അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള എന്താണെന്ന കൃത്യവും വ്യക്തതയും ഇല്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം ഹൂത്തികൾ അയച്ച മിസൈൽ ടെല്ലവീവിൽ പതിച്ചതിന്റെ ആഘാതവും ഇസ്രായേലിന് വിട്ടുമാറിയിട്ടില്ല. ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നാണ് ഹമാസ് തലവൻ യഹ്യ സിൻവാറും അറിയിച്ചിരിക്കുന്നത്. യമൻ ജനത ഫലസ്തീൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു നൽകിയ കത്തിലാണ് ഹമാസ് നേതാവ് ഇക്കാര്യം പ്രഖ്യാപിക്കുന്നത്. അതിനിടെ ഇസ്രായേൽ സൈന്യം ഗസയിലുടനീളം ആക്രമണം തുടരുകയാണ്. നുസ്രത്തെ ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം 10 പേർ കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിലെ സെയ്റ്റൗൺ, ഷെയ്ഖ് റദ്വാൻ എന്നീ നഗരങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികളടക്കം 12 പേരും കൊല്ലപ്പെട്ടു. ഗസയിൽ വെടിനിർത്തലിന് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് പുതിയ നിർദ്ദേശം സമർപ്പിച്ചതായും അതിന്മേൽ ആശയവിനിമയം തുടരുന്നതായും US സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.